ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഈസി മീൻ കറിയാണ്. ഏത് മീൻ വേണമെങ്കിലും ഇതേപോലെ റെഡിയാക്കാവുന്നതാണ്. അതുപോലെ വളരെയധികം സ്വാദിഷ്ടമായ ഒരു മീൻ കറിയാണിത്. നല്ല കൊഴുകൊഴുത്ത ചാറോടുകൂടി നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെയും നല്ല കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കരിമീനിൻ്റെ പീസുകളാണ്. ഇപ്പോൾ ഈ കരിമീൻ വേണമെന്നില്ല, ഏത് മീനും ഇതേപോലെ റെഡിയാക്കാം. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി കറിക്ക് ആവശ്യമായ കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു 3 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുതിർത്തിയെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കുക. അത് മൊത്തമായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒരു പ്രാവശ്യം പിഴിഞ്ഞ് ബാക്കി പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി പിഴിഞ്ഞെടുത്ത് അത് മൊത്തമായിട്ട് എടുത്തതാണ്. 1-ാം പാൽ 2-ാം പാലൊന്നല്ല, എല്ലാം കൂടി പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വിളഞ്ഞ തേങ്ങ എടുക്കുക. അപ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പും സ്വാദും കിട്ടുന്നത്. നമ്മൾ പൊടികളൊക്കെ ഇതേപോലെ ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. അപ്പോൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീനും ഇതേപോലെ വെക്കാം. അയില, ചാള, ഏത് മീൻ വേണമെങ്കിലും ഇതേപോലെ വെക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കരിമീനാണെന്ന് മാത്രം. ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതേപോലെ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. നമുക്ക് ഇത് അവിടെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് സിമ്മിലാക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ മീൻ എപ്പോഴും അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ പിന്നെ വെക്കരുത്, പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്നെടുത്ത് ഒന്നുകൂടി അനക്കി കൊടുക്കുക. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി ഇതുപോലെ തന്നെ അനക്കി കൊടുക്കുന്നത്. അപ്പം മീനായതുകൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കില്ല. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വേവുള്ളൂ നമ്മുടെ മീൻ കറി. 10 മിനിറ്റ് കഴിയുമ്പോൾ കറിയെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നോക്കുക. ആവശ്യം എത്ര ചാറ് വേണമെന്ന് നോക്കുക. ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഭാഗത്തിൽ നമുക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചിടാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ചധികം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഉള്ളി ചേർത്ത് കഴിഞ്ഞാലാണ് കറിക്ക് നല്ല സ്വാദുണ്ടാവുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കറി നോക്കി. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവൂലേ. ഇപ്പോൾ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്. നല്ല കുറിയ ചാറോടുകൂടി നല്ല അടിപൊളി നല്ല സ്വാദുള്ള കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പം നല്ലൊരു അടിപൊളി കറി ഈസിയായി തയ്യാറാക്കിയില്ലേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.